അപ്പോഴേ കല്യാണം വിശേഷങ്ങളായിരുന്നല്ലോ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നത്. അപ്പം ഇന്നലെ കല്യാണം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടിലോട്ട് ഇന്ന് പോവുകയാണേ. അവൻ കല്യാണ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ എടുത്തിട്ടില്ല, ലോങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ ഓരോ ദിവസം വിട്ട് വീഡിയോ ഇടുന്നുണ്ട്, താമസിച്ചിട്ടാണ് വീഡിയോ വരുന്നത്. അപ്പോൾ ഷോർട്ട് വീഡിയോ ഇടുന്നേ ഉള്ളൂ. അപ്പോൾ റിസപ്ഷൻ്റെയും കല്യാണത്തിൻ്റെയും വീഡിയോ, ലോങ് വീഡിയോ ഒക്കെ പുറകാലെ വരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ പയ്യൻ്റെ വീട്ടിലെത്തി ജ്യൂസൊക്കെ കുടിക്കുക. അപ്പോൾ പയ്യൻ്റെ വീട്ടിൽ വെച്ചിട്ടല്ല ഫംഗ്ഷൻ, ഓഡിറ്റോറിയത്തിൽ. അവിടെ സ്ഥലമൊന്നും ഇല്ലല്ലോ. അപ്പം തിരുവനന്തപുരം പയ്യൻ്റെ വീട്. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വന്ന് 2.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അപ്പം അടുത്തുള്ള സുബ്രഹ്മണ്യം ഹാളിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാമെല്ലാം അറേഞ്ച് ചെയ്തിരുന്നത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അവിടെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ അവിടുന്ന് എല്ലാവരും ഓഡിറ്റോറിയത്തിലോട്ട് പോയി. എനിക്കിങ്ങനെ ദൂരെ വെച്ചിട്ട് റിസപ്ഷനും കല്യാണമൊക്കെ നടത്തുന്നത് ഭയങ്കര ഇഷ്ടം. കാരണം ഞങ്ങൾക്ക് യാത്ര ഇഷ്ടപ്പെടുന്നതിനായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ ചെന്ന് കയറിയപ്പോഴേ ചായ, ബജി, പഴംപൊരി, ജ്യൂസുകൾ, വിവിധതരം ജ്യൂസുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അകത്തോട്ട് കയറി പെണ്ണും ചെറുക്കനും ഒക്കെ വന്നു. പിന്നെ ഒരിടത്ത് അവർ കേക്ക് മുറിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഇനിയിപ്പുറത്ത് ആഹാരങ്ങളൊക്കെ കഴിക്കുന്നു എല്ലാവരും. അങ്ങനെ ഞങ്ങളും ആഹാരമൊക്കെ കഴിച്ചു. ആദ്യം സൂപ്പായിരുന്നു. സൂപ്പിൽ നിന്ന് തുടങ്ങി. എനിക്ക് സൂപ്പൊന്നും ഇഷ്ടമല്ല, ഞാനൊന്നും സൂപ്പൊന്നും കുടിച്ചില്ല. പിന്നെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോഴത്തെ മോഡേൺ ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ഒരു ഐസ്ക്രീം കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ രാത്രി 10 മണിയായപ്പം വീട്ടിലെത്തി.